പാലക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട MLA രമേശ് പിഷാരടി സാറാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കാം. സാർ 5 വർഷത്തേക്ക് അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം? അത് പ്രധാന വരുമാന മാർഗമായിട്ട് നിങ്ങൾ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഒന്നും ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. സത്യത്തിൽ എന്റെ ഭാവിയെ കുറിച്ച് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റേജ് പരിപാടികൾ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാനൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് കുറേ നാൾ ജോലി ചെയ്ത് ഒരു സ്ഥലത്ത് ഞാനൊരാളായി. അതെൻ്റെ ഒരു അസറ്റാണ്. ഇവരിവിടെ വന്ന സമയത്ത് ഇയാൾ സിനിമാക്കാരനാണെന്നൊക്കെ പറഞ്ഞ് വലിയ കുറവായിട്ട് പറഞ്ഞെങ്കിലും അത് സത്യത്തിൽ എൻ്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, എൻ്റെ ഒരു അസറ്റാണ്. ആ അസറ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് അവസരം വന്നാലും ഞാനത് ഉപയോഗിക്കും. ഒരാൾ ഒരിടം വരെ പോയി അത് ഇവിടത്തേക്ക് ഒരു ഗുണമാകും എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പോവുകയും ചെയ്യുകയും ചെയ്യും. അല്ലെ വ്യക്തിപരമായ ആവശ്യത്തിന് അതങ്ങനെ തുടരാൻ സാധ്യതയില്ല. അഖിൽമാരെ കുറിച്ച് എന്താ സാർ അഭിപ്രായം? അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റില്ല. എന്തെങ്കിലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങളാരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനെടുത്ത ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. സർ, എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി താങ്കളുടെ റിസൾട്ട് സമയത്ത് കളിച്ച ഡാൻസ് ഒന്ന് കളിച്ച് കാണിക്കാമോ? എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. അതൊന്നും കൂടി എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സർ പ്ലീസ് സർ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.